ഇന്ന് നമ്മളൊരു പെയിൻറ്റിങ് ടെക്നിക്കാണ് പഠിക്കുന്നത്. വെറ്റ് ഇന്നർ ഷെയ്ഡും വെറ്റ് ഔട്ടർ ഷെയ്ഡും. അപ്പോൾ പേര് പോലെ തന്നെ ഇത് ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഒന്ന് ഇന്നർ ഉള്ളിലാണ് ചെയ്യുന്നത്, ഒന്ന് ഔട്ടർ ഷെയ്ഡ് പുറത്താണ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിയ. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് പെയിൻറ്റിങ് ടെക്നിക്കാണ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മോട്ടീഫ് വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഫാബ്രിക്കിൽ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പെയിൻറ്റ് എടുക്കുക, പിന്നെ ബ്രഷ് എടുക്കുക. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം പലരും ബ്രഷിൻ്റെ സൈസൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബ്രഷിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 000 ബ്രഷാണ് യൂസ് ചെയ്യാറുള്ളത്. 000 വെച്ചിട്ട് നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് 000 വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 0 സൈസിൽ വരുന്ന ബ്രഷ് യൂസ് ചെയ്താലും മതി. പിന്നെ ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ടുള്ള ബ്രഷ് സൈസാണ് യൂസ് ചെയ്യാറുള്ളത്. അതായത് നമ്മൾ ചെറിയ പോർഷൻസ് ഒക്കെയാണ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 സൈസിലൊക്കെ 4 സൈസിലൊക്കെ വരുന്ന ബ്രഷ് യൂസ് ചെയ്താൽ മതി. അല്ല നമുക്ക് വലിയ പോർഷൻസ് ഒക്കെ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ 6-7 ആ ഒരു സൈസിലൊക്കെ വരുന്ന ബ്രഷ് യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ചെയ്തിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് ആ ഒരു ബ്രഷ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ലാതെ നമ്മൾ ഫില്ലിങ്ങിന് ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന ബ്രഷ് യൂസ് ചെയ്യണം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് എത്ര ഏരിയ കവർ ചെയ്യണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബ്രഷിൻ്റെ സൈസൊക്കെ എടുക്കാറുള്ളത്. അപ്പം നമ്മൾ മുന്നേയും പെയിൻറ്റിങ്ങിൻ്റെ ടെക്നിക്സ് പഠിച്ചിട്ടുണ്ട്, ഡബിൾ ഷെയ്ഡിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനതിവിടെ മെൻഷൻ ചെയ്യാം. അപ്പം ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് വെറ്റ് ഇന്നർ ഷെയ്ഡും വെറ്റ് ഔട്ടർ ഷെയ്ഡും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മോട്ടീഫ് ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിതിൽ 2 ഫ്ലവറാണ് വരച്ചിട്ടുള്ളത്. ഇതിൽ ഒന്നിൽ ഞാൻ വെറ്റ് ഇന്നർ ഷെയ്ഡും ഒന്നിൽ വെറ്റ് ഔട്ടർ ഷെയ്ഡും ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരേ മോട്ടീഫ് തന്നെയാണ് ഈ ഒരു 2 ടെക്നിക്കും ഞാൻ കാണിക്കുന്നത്. കാരണം രണ്ടും ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ഒന്ന് ഇന്നർ ഉള്ളിലാണ് നമ്മൾ ചെയ്യുന്നത്, ഒന്ന് ഔട്ടർ പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫ്ലവറിൽ ഞാൻ ഇന്നർ ഷെയ്ഡും അതുപോലെ ഈ ഒരു ഫ്ലവറിൽ ഔട്ടർ ഷെയ്ഡുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷസ് എടുത്തിട്ടുണ്ട്, പാലറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ നമുക്ക് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈനിങ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് തന്നെ. അപ്പോൾ ഓക്കെ, നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്യാണ്. ഔട്ട്ലൈനിങ്ങിന് ഞാൻ പ്രത്യേകിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്ങനെ ഔട്ട്ലൈനിങ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് കളർ വെച്ചിട്ട് ഫില്ലിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ പെറ്റലായിട്ടാണ് ഫില്ലിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളിനി ഫില്ലിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ പേര് പോലെ തന്നെ വെറ്റ് ഇന്നർ ഷെയ്ഡാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ചെയ്ത ആ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളറ് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ വെറ്റിലായി കൊണ്ട് തന്നെ
നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓരോ പെറ്റൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ ഒരു പെറ്റൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആവുന്നതോടൊപ്പം തന്നെ നമ്മൾ ഷെയ്ഡിങ്ങും ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഈ ഒരു കളർ, ഞാനിപ്പോൾ ഇവിടെ റെഡാണ് യൂസ് ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു റെഡ് കളറ് ഡ്രൈ ആയി പോകും. അപ്പം അന്നേരം നമ്മുടെ ഷെയ്ഡിങ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഷെയ്ഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഔട്ട്ലൈനിങ് ചെയ്യാൻ യൂസ് ചെയ്ത ആ ഒരു ബ്രഷിൽ തന്നെ നമ്മുടെ വൈറ്റ് കളറും ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പെയിൻറ്റ് ഇപ്പോൾ ഡ്രൈ ആയിട്ടില്ല, ഇതോടുകൂടെ തന്നെ ഞാൻ ഷെയ്ഡിങ് ചെയ്യാണ്. പെയിന്റ് ഉണ്ട്, അതിന്റെ പെയിന്റ് അത് അതാ റെയിൻബോ. ഓക്കെ, ഫസ്റ്റ് പെറ്റൽ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പെറ്റലിലും ഇതുപോലെ ഫില്ലിങ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവും മുന്നേ തന്നെ നമുക്ക് ഷെയ്ഡിങ്ങും ചെയ്യാം. വൈറ്റ് കളർ വെച്ചിട്ട് ഞാൻ ഷെയ്ഡിങ് ചെയ്യാണ്. വെറ്റ് ഇന്നർ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത്. വെറ്റ് ഔട്ടർ ഷെയ്ഡും ഈ ഒരു സെയിം വേയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക. പക്ഷെ അത് നമ്മൾ പുറത്തുനിന്ന് ആണ് ചെയ്യാന്ന് മാത്രം. ഓക്കെ, നമ്മൾ
സെക്കൻഡ് പെറ്റലും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് പെറ്റൽസും ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ വെറ്റ് ഇന്നർ ഷെയ്ഡ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്ലവറിന് ഞാൻ റെഡ് കളർ തന്നെയാണ് കൊടുക്കുന്നത്, പക്ഷെ അത് ഔട്ടർ ഷെയ്ഡായിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പെറ്റൽ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ഫില്ലിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഔട്ടർ ഷെയ്ഡാണെന്ന് പറഞ്ഞിട്ട് ഞാൻ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് താഴത്തോട്ട് ഇതുപോലെ ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇന്നർ ഷെയ്ഡ് ചെയ്ത് അതുപോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഷെയ്ഡ് ചെയ്യുന്നതെന്ന് മാത്രം. നമ്മളിത് സെയിം മോട്ടീഫിൽ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെറ്റൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 പെറ്റൽസും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഡിഫറൻസ് മനസ്സിലാവും. ഇത് നമ്മൾ ഇന്നർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്, ഇത് ഔട്ടർ ഷെയ്ഡായിട്ടാണ് ചെയ്തേക്കുന്നത്. രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ നമ്മൾ ആ ഒരു വിഷ്വലി വരുന്ന ചെറിയൊരു ഡിഫറൻസ് അത്രയേ ഉള്ളൂ. നമ്മളിത് വെറ്റ് ഔട്ടർ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വൈറ്റ് കളർ എടുത്ത് കാണിക്കില്ല. റെഡും വൈറ്റും കൂടെ മിക്സ് ആകുമ്പോൾ ആ ഒരു ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡാണ് കാണിക്കുക, ഷെയ്ഡിങ് ആയിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മൾ ഡ്രൈ ഇന്നർ ഷെയ്ഡോ അല്ലെങ്കിൽ ഡ്രൈ ഔട്ടർ ഷെയ്ഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് ഷെയ്ഡ് എടുത്ത് കാണിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡ്രൈ ഇന്നർ ഷെയ്ഡും ഡ്രൈ ഔട്ടർ ഷെയ്ഡും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെക്കൻഡ് പെറ്റലും കംപ്ലീറ്റ് ചെയ്തു. ഇനി തേർഡ് പെറ്റൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ പെറ്റൽസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സ് ചെയ്യാം. ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാപ്പ് ഗ്രീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ യെല്ലോ കളറും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ വെച്ചിട്ട് നമുക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് ലീവ്സ് ചെയ്യാം.
തേടി കൊടുക്കാം. ഓക്കെ, നമ്മൾ ഗ്രീനും യെല്ലോയും വെച്ചിട്ട് ഫസ്റ്റ് ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലീവ്സും ചെയ്തെടുക്കാം. കഴിയാനായി ഇനി ഒന്നുകൂടി ഇതും ഇതുള്ളൂ മാത്രം. രണ്ട് വട്ടന്മാരുള്ളൂ. അങ്ങനെ നാം ഉണ്ടാതിരിക്കൂല. ഇങ്ങനെ കിട്ടുമ്പോൾ അതില്ല ഇങ്ങനെ വെച്ച് കഴിയില്ല. അത് വീഴുള്ളൂ. ഇങ്ങനെ പെയിന്റിപ്പോ വീഴുള്ളൂ. വാരത്ത് ഒന്നും ഉണ്ടാണ്ടിരുന്നൂടെ? അയാൾ ഉണ്ടാതിരിക്കാം. പിന്നെ സോറി. എന്തായിക്കൂടെ? ഇതെന്താണ്? അത് ഞാൻ ബ്ലാക്ക് വെച്ചു കണ്ടു. ഇതൊന്നോളൂ. വട്ടത്തിൽ വെള്ളം കൊടുക്കുക. ഓക്കെ. മറ്റേ വെള്ളത്തിൽ വട്ടത്തിനില്ല അതിലോ പേര് കൊടുത്താൽ നല്ല അടിപൊളി ഉണ്ടാവും. ബ്ലാക്കും അതും മറ്റേതും കളർ കൊടുക്കാതെ വേറെ എന്തൊക്കെ കളറ് എല്ലോ എല്ലാം കൊടുത്ത ഇത് കൂട്ടിട്ട് ഇത് കൂട്ടിട്ട് ചെയ്തിട്ട് എല്ലാതും മറ്റു വട്ടത്തിൽ കളർ കൊടുക്കുക. ആവശ്യമില്ല. ഇതൊക്കെ ഇടുന്നേക്കുള്ളൂ. ഓക്കെ. കഴിഞ്ഞോ? ഓക്കെ. പിന്നെ അപ്പോൾ ഓക്കെ, നമ്മുടെ ലീഫ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ ലെമൺ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ യെല്ലോൻ്റെ തന്നെ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് യെല്ലോ ഒക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. എല്ലാത്തിനും റെഡി കൊടുത്ത് നല്ല രസമുണ്ടാവും.
മറ്റേ കളറോട്ട് ഇങ്ങനെ വായിച്ചാവോ റെഡ് നമുക്ക് നോക്കി കഴിഞ്ഞോ? നിങ്ങളിടയിൽ കാണുന്ന ആ ഒരു ചെറിയ കയ്യൻ്റെ മോളുടെ ആയിട്ടും അവളും ഇന്നെൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു യെല്ലോൻ്റെ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് എന്ന് പറഞ്ഞല്ലോ, അത് വെച്ചിട്ട് ഇതിൽ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റേ ഫ്ലവറിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് വെച്ചിട്ട് നമ്മുടെ ലീഫിലൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ നമ്മുടെ വെറ്റ് ഇന്നർ ഷെയ്ഡും വെറ്റ് ഔട്ടർ ഷെയ്ഡും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചെറിയൊരു റെഡ് ഷെയ്ഡിലാണ്, ഒരു പിങ്ക് ഷെയ്ഡിലാണ് നമുക്ക് ഈ ഷെയ്ഡിങ് ഒക്കെ വന്നിട്ടുള്ളത്. അത് നമ്മൾ വെറ്റായിട്ട് ആ ഒരു വൈറ്റ് കളർ അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതുകൊണ്ടാണ്. ഇനി നമ്മൾ ഡ്രൈ ഇന്നർ ഷെയ്ഡും ഡ്രൈ ഔട്ടർ ഷെയ്ഡും പഠിക്കുന്നുണ്ട്. അതിൽ നമുക്ക് കറക്റ്റ് വൈറ്റ് കളറിലായിരിക്കും ഷെയ്ഡിങ് ഒക്കെ കാണുന്നത്. കാരണം നമ്മൾ ഡ്രൈ ആയിട്ടാണല്ലോ വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പം ഇത് നമ്മുടെ വെറ്റ് ഇന്നർ ഷെയ്ഡ്, ഇത് നമ്മൾ ഉള്ളിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വെറ്റ് ഇന്നർ ഷെയ്ഡാണ്. ഇത് നമ്മൾ പുറത്തു നിന്നാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വെറ്റ് ഔട്ടർ ഷെയ്ഡുമാണ്. അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡ്രസ്സിൽ, കുർത്തീസിലും അതുപോലെ കുട്ടികളുടെയൊക്കെ ഫ്രോക്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ വെറ്റ് ഇന്നർ ഷെയ്ഡും വെറ്റ് ഔട്ടർ ഷെയ്ഡും ഇവിടെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. നമുക്ക് നമ്മുടെ കുർത്തീസിലാണെങ്കിലും അതുപോലെ കുട്ടികളുടെയൊക്കെ ഫ്രോക്കിലാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് ഈ ഒരു വെറ്റ് ഇന്നർ ഷെയ്ഡും വെറ്റ് ഔട്ടർ ഷെയ്ഡും എന്ന് പറയുന്നത്. അപ്പം നിങ്ങളും എൻ്റെ കൂടെ ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫ്രീ ആയിരിക്കുന്ന ടൈമിലൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഏതൊരു സ്കില്ലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് തന്നെ പഠിക്കണം, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റ്സിലൂടെയാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളത്. നിങ്ങൾ പറയുന്ന മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ തിരുത്തിക്കൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ടൈം വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുള്ളത്. അപ്പം നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.